നമസ്കാരം. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിലെ ദുരൂഹത ഇനിയും നീങ്ങുന്നില്ല. ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി 6 വർഷങ്ങൾക്ക് ശേഷം ഇന്നലെ മൗനം വെടിഞ്ഞപ്പോഴും ബാക്കിയാകുന്നത് ദുരൂഹതകൾ മാത്രമാണ്. ബാലഭാസ്കറിന്റെ കേസ് നടത്തുന്ന പ്രമുഖ അഭിഭാഷകനായ രാമൻ കർത്തയും ചില കാര്യങ്ങൾ ക്രൈം ചാനലിന്റെ ടീമിനോട് വെളിപ്പെടുത്തിയിരുന്നു. ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ ലക്ഷ്മിക്ക് ഇപ്പോഴും മറുപടിയില്ല എന്ന് തന്നെ വേണം കരുതാൻ. മാസങ്ങൾക്ക് മുമ്പ് എടുത്ത അഭിമുഖത്തിൽ പറയുന്ന പല കാര്യങ്ങളും ബാലഭാസ്കറിന്റെ കേസിൽ ഇപ്പോഴും പ്രസക്തമാണ്. ഈ കേസിലെ സുപ്രധാന നിരീക്ഷണങ്ങളും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഇന്റർവ്യൂയിലേക്ക്. ഇതിക്ക് മുമ്പ് ഇവർ ചെയ്തിരുന്നു എന്താണ്, ആൻറ്റിസിഡൻസ് എന്തെങ്കിലും ഉണ്ടോ, ഇത് രക്ഷപ്പെട്ടതാണ്, എന്താണ് അവരുടെയൊക്കെ ഇൻവോൾവ്മെൻറ്റിൻ്റെ വ്യാപ്തി, ഇതെല്ലാം അന്വേഷിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇവർ ഫ്രീക്വൻ്റായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്. യാത്ര ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അവർ റിസ്ട്രെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്തും ബലമായിട്ട് അവരുടെ എല്ലാ മെഡിക്കൽ റെക്കോർഡ്സിലും എഴുതിയിട്ടുണ്ട് ഡിസ്ചാർജ് DAMA എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് അഗൈൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഒരു ജെന്യുവൻ ഡൗട്ട് ആസ് ടു ദി പേഴ്സൺ ഹു ഡ്രോ ദി വെഹിക്കിൾ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സംശയം മാറ്റാനായിട്ട് ഞാൻ പോയത്. അങ്ങനെയും ഞാൻ പോകേണ്ട കാര്യമുണ്ടോ ഇതിനൊക്കെ? അതിനല്ലേ ഒരു പോലീസ്, അന്നേരം പോലീസ് അന്വേഷണം വളരെ സീരിയസ് ആയിട്ട് നടക്കുന്നുണ്ട്.